നല്ലല്ലേ? എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ സുഭാഷേട്ടാ ചുമ്മാ നുണ പറയണ്ട. ഓണത്തിന്റെ കാര്യം നമ്മളെല്ലാരും മറന്നു. മറന്നാ പിന്നെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് ബോണസ് കൊടുക്കാൻ പറ്റുമോ? ഓ അത് ശരി. അപ്പൊ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഓണമുണ്ട്, വീട്ടുകാർക്ക് മാത്രം ഇല്ലാത്തുള്ളൂ അല്ല സുഭാഷേട്ടാ? ഇല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ ഓണം ആഘോഷിക്കാനുള്ള ഒരു മൂഡില്ലാതായി പോയില്ലേ? അങ്ങനെയൊന്നും വിചാരിക്കില്ല സുഭാഷേട്ടാ. വീട്ടിൽ ഒരാൾ എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചു വെച്ച് ബാക്കിയുള്ളവരുടെ സന്തോഷം തന്നെ ഇല്ലാതാക്കുന്നത്. എന്നാലും ഓരെന്നാലും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ഓണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചതാ. ഇനി അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല, അല്ലേടാ നികേഷേ? എന്താ സംശയം? ആ, അല്ലെങ്കിലേ ഓണവും വിഷുന്നും ആഘോഷിക്കാത്ത വീടാ ഇത്. ഇത്തവണെങ്കിൽ അതൊക്കെ വേണം. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. പോരെ? മതി. അല്ല അപ്പൊ ഓണമായിട്ട് എന്താ നമ്മുടെ പരിപാടി? ധൃതി പിടിക്കാതെടാ, അവന്മാര് നിങ്ങൾ വരട്ടെ, എന്നിട്ട് ആലോചിച്ച പോരെ? മതി, അത് മതി, കുഴപ്പമില്ല. പിന്നെ ബോണസ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, എല്ലാവർക്കും കൊടുത്തോ? പിന്നെ എല്ലാവർക്കും കൊടുത്തോ? അതെന്താടാ അങ്ങനൊരു ചോദ്യം? കാശായിട്ടാണോ അതോ മറ്റു വല്ലതുമാണോ? മറ്റു വല്ലതും. ആ, മാല, വള, കമ്മൽ, പൊട്ട്, അങ്ങനെ 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 ബോണസ് കൊടുക്കാലോ. അല്ല, ദിവസവും ചപ്പാത്തിയും മാലും തരുന്നൊക്കെ എന്ത് ബോണസാ കൊടുത്തുന്നറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാ. അതിന് നികേഷ് പറഞ്ഞ ശരിയാ. ഓണോ കൊള്ളാവുന്നൊരു സമ്മാനം ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണം, കേട്ടല്ലോ? मुझे चूड़ियां खरीद कर देना। मुझे आप आप चूड़ियां വള. हाँ വള വേണം. ഞാൻ വള വാങ്ങി തരണമെന്നോ? ഹലോ, എന്താ പിണക്കത്തിലാണോ? പിണങ്ങിപ്പോയത് ഞാനല്ലല്ലോ, നീയല്ലേ? എന്നാ പിണക്കം മാറ്റാനാ ഞാനിപ്പോ വിളിച്ചേ. എടീ, നീ കാര്യം പറ, ഞാൻ ഇവിടെ വഴിയിൽ നിൽക്കാം. ആ, നീ തിരക്കൂട്ടല്ലേ, ഞാൻ ഒന്ന് പറയട്ടെ. ആ പറ. നീ ഇപ്പൊ ബൈക്കിലല്ലേ? അതെ. ആ ബൈക്കിന്റെ മുമ്പിലേ പെട്രോൾ ടാങ്കിന്റെ മുകളിൽ ഒരു ബാഗില്ലേ, അതൊന്ന് തുറന്നേ. എന്തിനാ? തുറക്ക്, ഫോൺ കട്ടിയല്ലേ? എന്തെങ്കിലും കണ്ടോ? ആ, ഒരു കവറ്. അത് എടുത്തു നോക്ക്. സ്പ്രേയാ? ഇതെന്താ സ്പ്രേ? കാരണം അതിനുള്ളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നൊന്നും വായിച്ചേ. ഹാപ്പി ഓണം. അത് മാത്രമേ ഉള്ളോ? അല്ല, സ്പ്രെഡ് ദ ഫ്രാഗ്രൻസ്. അതെന്താ? സുഗന്ധം. സ്പ്രെഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് ലവ്. മനസ്സിലായോ? മനസ്സിലായി. അല്ല, ഇതെപ്പോഴാ ഇതിന്റെ ഉള്ളിൽ വെച്ചേ? നിനക്ക് നിന്റെ വീട്ടുകാരെ വിട്ടുള്ള ഒരു കളിയില്ലെന്നല്ലേ നീ പറഞ്ഞേ? എനിക്ക് നിന്നെ വിട്ടുള്ള ഒരു കളിയില്ലെന്ന് കാണിക്കാനാ അത് നീ കാണാതെ അതിനകത്ത് വെച്ച് പോകുന്നത്. നേരിട്ട് തരാന്നാ വിചാരിച്ചേ, പക്ഷെ നിന്റെ ഡയലോഗ് കേട്ടപ്പോ എണീറ്റ് പോന്നതാ. അത് നീതു, ഞാൻ അങ്ങനെ. ഇനി അതിന്റെ പേരിൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, നീ കാര്യം പറ. എന്ത്? ഹലോ, എന്റെ കയ്യിൽ നിന്ന് ഓണസമ്മാനം മാത്രം വാങ്ങിവെച്ചാ പോരാ, എനിക്ക് തിരിച്ചും തരണം. ഓ,
അതാണോ? എന്താ ഒരു ചിരി? ശരി, തരാം. ഓണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. ഓക്കെ ബൈ, രാത്രി വിളിക്കാം. ആ ഇത് കൊള്ളാലോ. ഇവനാ. ഹലോ ഹലോ, ആ സുധീഷ് ചേട്ടൻ എവിടെ ഉണ്ട്? ഞാൻ എവിടെയായാലും നിങ്ങൾക്കെന്താ? അതിനെന്തിനാ എന്നോട് വിടാവുന്നത്? നീ വിളിച്ചെന്തിനാന്ന് ആദ്യം പറഞ്ഞേ? അതെ, നാട്ടിലെല്ലാരും ഓണം ആഘോഷിക്കാം, നമ്മൾ മാത്രം ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ഓണമല്ലടാ, വിഷുവാണ്. പടക്കങ്ങൾ ഇങ്ങനെ നിന്ന് പൊട്ടുവല്ലേ. അതിന് തിരികൊടുത്ത് സുധീഷ് ചേട്ടൻ തന്നെയല്ലേ? ദാ, നീയാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഞാനോ? ഞാനെന്ത് ചെയ്തേ? എടാ, ആ പെണ്ണ് എന്നെ നോക്കുന്നത് നീ അല്ലടാ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞത്. അത് ശരി, വന്ന് പറഞ്ഞപ്പോഴേക്കും ഇറങ്ങി പോണോ വേണ്ടത്? ഞാൻ നിധിക്ക് വേണ്ടിയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെയ്തതാ. ഇങ്ങനെയൊക്കെ വന്നു വിടുമെന്ന് ഞാൻ വിചാരിച്ച. പിന്നെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടിയ അവസരം വിടാതെ സുധീഷ് ചേട്ടൻ ആ കൊച്ചിനെ പഞ്ചാരടിച്ചു. തോളി തൂങ്ങുന്ന് വിചാരിച്ചില്ല അല്ലേ? അതല്ലേ ശരി? എടാ നികേഷ്, നീ വെറുതെ എന്നെ പ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കില്ല ഏട്ടാ, അല്ലെങ്കിൽ തന്നെ എന്റെ തലയൊക്കെ പൊളിഞ്ഞിരിക്കുക. എന്നാ പിന്നെ തൽക്കാലം അതൊക്കെ മാറ്റി വെക്കുക. ഇവിടെ ഇപ്പൊ എല്ലാവരും ഒരു ഫെസ്റ്റിവൽ മൂഡിലാന്നേ. എന്ന് വെച്ചാ? എന്ന് വെച്ചാലോ, എന്റെ സുധീഷ് ചേട്ടാ ഏട്ടത്തി വന്നിട്ടുള്ള ആദ്യത്തെ ഓണ. അത് ഗംഭീരാക്കേണ്ടത് സുധീഷന്റെ കടമയല്ലേ? എടാ, അവൾ ഇനി അതിനൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ചേട്ടൻ പേടിക്കണ്ട, ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഒരു ഗംഭീര പൂക്കളോട്ട് നമ്മൾ പകുതിക്ക് വെച്ച് ഓണം ആഘോഷിക്കാൻ തുടങ്ങുന്നു. പോരെ? ശരിക്കും? ആ, ഇതെന്ത് ഇത്ര സംശയം? സുധീഷ് ചേട്ടൻ വരുമ്പോഴേ നാളെ പൂക്കളോടുള്ള പൂ വാങ്ങി വന്നാൽ മതി. അതൊക്കെ ഞാൻ ഏറ്റ്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് പേടിയുള്ളൂ. എന്താടാ? അല്ല, നമ്മളിങ്ങനെ പൂക്കളിട്ട് ഓണമൊക്കെ ആഘോഷിക്കുമ്പോഴേ ആ ഗായത്രിയെങ്ങാൻ കയറി വന്ന് അലമ്പാക്കുമെന്ന് എനിക്കൊരു പേടി. നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോയേ, വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. ഇത്ര ടെൻഷൻ നല്ല സുധീഷ് ചേട്ടാ, എന്നാലേ നിങ്ങളൊക്കെ നന്നാവുള്ളൂ. ആ, പിന്നെ വരുമ്പോ പൂ മേടിക്കാൻ മറക്കണ്ട കേട്ടല്ലോ. ശരി, ഒരു സുഖം. ഈശ്വര, അവളെങ്ങനെ ഇനി കേറി വരൂ? വരുമൊന്നുമില്ല. വരാതിരുന്നിട്ട് നീ എന്ത് ചെയ്യാനാ പരിപാടി? ഓണത്തിന് പോലും വീട്ടിൽ ചെല്ലുന്നില്ലെന്ന് പറഞ്ഞാ അവരെന്ത് വിചാരിക്കും? നിങ്ങൾ പൊക്കോ. ഗായത്രി, ഇവിടെ ആരും കാണില്ല, നീ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. സാരമില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയല്ലേ. നീ ഒന്ന് വീട്ടിൽ പോയി വരുന്നതോടെ എല്ലാം ശരിയാവും. ഇനി ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ കാലം ഒരുമിച്ച് പ്രേമിച്ച് നടന്നവര് ബ്രേക്കപ്പ് ആയിട്ടില്ലേ? നീ ഇങ്ങനെ സില്ലി ആയാലോ? ഇതിനേക്കാൾ കൂടുതൽ കാലം ഒരുമിച്ച് പ്രേമിച്ച് നടന്നവര് ബ്രേക്കപ്പ് ആയിട്ടില്ലേ? നീ ഇങ്ങനെ സില്ലി ആയാലോ? ദേ, ബാക്കിയുള്ളവരൊക്കെ ഓണത്തിന് വീട്ടിൽ പോയി. നാളെ എനിക്കും പോയേ പറ്റൂ. പൊക്കോളാൻ ഞാൻ പറഞ്ഞില്ലേ? നിന്നെ വീട്ടുകാര് കാത്തിരിക്കില്ലേ ഗായത്രി? അവരോട് ഞാൻ എന്തേലും പറഞ്ഞോളാം. എനിക്ക് നിന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ നല്ല പേടിയുണ്ട്. എടി, എനിക്ക് ഇത്തിരി സ്വസ്ഥത തരുമോ? ഒന്ന് പോയി തരാവോ? എനിക്ക് ഇത്തവണ ഓണമില്ല, പോരെ? മാവേലി നാടുവാണിടുകാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമൊട്ടില്ലതാനും ആദികൾ വ്യാധികളാർക്കുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല
ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ. ഓ ശിവനെ, മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. എന്തോടത്? തോരനാണോ? ക്യാബേജ്? ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിന് തുല്യമായി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഇന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഞാൻ പറ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നു. എന്തൊരു മനോഹരമായ സങ്കല്പമല്ലേ? അത് ശരിയാ. പക്ഷെ ആ സങ്കല്പ നാട്ടിലെ ഇങ്ങനെ മദ്യപിക്കുന്നവരും ഉണ്ടാവില്ല. അത് ശരിയാ. പക്ഷെ അങ്ങനെ നാട് ഭരിച്ച ഒരാളെയാണല്ലോ ഇനി കൊല്ലത്തിലൊരിക്കൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങ് പാതാളത്തിലേക്ക് തള്ളിവിട്ടത്. അത് ഓർക്കുമ്പോൾ സങ്കടം വരും. അപ്പൊ വീണ്ടും കുടിക്കാൻ തോന്നും. എന്ത് ചെയ്യാനാ മോളെ? അവന് പിന്നെ ഒരു കുറവുമില്ലല്ലോ. അച്ഛന്റെ ഇതേ നാക്ക ആ സ്വതീഷിനും കിട്ടിയിരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ന്യായീകരിക്കാനുള്ള കഴിവ്. അത് ശരിയാവും. അവൻ എന്റെ മോനല്ലേ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അവനത് ഉപയോഗിക്കുന്നത് കന്നത്തരം കാണിക്കാനാ. ഭാസ്കരൻ അങ്ങനെ അല്ല. സഭ്യത വിട്ടുള്ള ഒരു കാര്യത്തിന്, സത്യമല്ലാത്ത ഒരു കാര്യത്തിന്, നേർവഴിക്കല്ലാത്ത ഒരു കാര്യത്തിനും, മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിനും ഭാസ്കരൻ ഈ നാവ് ഉപയോഗിച്ചിട്ടില്ല. Am I correct? നിന്റെ ചിരി കണ്ടാലറിയാം ഞാൻ പറയുന്ന ശരിയെന്ന്. അതെ, പഴയൊരു നാടകമുണ്ട്, എന്റെ മകനാണ് ശരി. KPSCയുടെ ആദ്യത്തെ നാടകമാണ്. പക്ഷെ ഈ വീട്ടില് അവന്റെ അച്ഛനാ ശരി. എന്റെ മക്കളെ, പ്രത്യേകിച്ച് സുധീഷ്, അവനൊട്ടും ശരിയല്ല. നീ വാ വാ മരുമകളെ. ഇതെന്താ? നാളെ കഴിഞ്ഞ ഓണമല്ലേ. ഓണത്തിന് ഈ വീട്ടിനകത്ത് വെറുതെ ഇരിക്കുമ്പോ നീ നിന്റെ വീട്ടിലെ കഴിഞ്ഞ ഓണക്കാലത്തെ കുറിച്ച് ഓർക്കും. ഓണക്കോടിയും പൂക്കളവും ഓണപ്പാട്ടും കളികളും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആ കാലം നിനക്ക് ഓർമ്മ വരും. ആ സന്തോഷമെല്ലാം പോയത് ഈ വീട്ടിൽ വന്നതുകൊണ്ടാണല്ലോ എന്ന് നിനക്ക് തോന്നും. എന്റെ മകൻ കാരണമല്ലേ അതെല്ലാം നിനക്ക് സംഭവിച്ചത്. ഒരു ഓണക്കോടി കൊണ്ടൊന്നും നിനക്ക് ആ സന്തോഷത്തെ തിരിച്ചിടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലെന്താ, ഇത് വെച്ചോ, ഒരു സെറ്റ് മുണ്ടുവാ. ഓണത്തിന്റെ അന്നെങ്കിലും ഒരു ദിവസം മലയാളികളും മലയാളിയാവുന്നത് ഇതുപോലെ സെറ്റും മുണ്ടും ജുബയൊക്കെ ഇട്ടിട്ടാണല്ലോ. നീ ഒരു മലയാളി പെൺകുട്ടി ആയിക്കോ. വാങ്ങിച്ചേ. കരയില്ലേ പെണ്ണേ, ചിരിക്കേ. ഓണമാണ്, മനസ്സ് തുറന്ന് ചിരിക്കേ. ചിരിക്കേ, ഓണമാണ്, മനസ്സ് തുറന്ന് ചിരിക്കേ.
ചിരിക്കും മോളെ. ശരി, മാവേലിയെ ചവിട്ടി താഴ്ത്തിയുടെ സങ്കടം എനിക്കിപ്പം ഇവിടെ വെച്ച് തീർക്കണം. അല്ലേ? കള്ളപ്പാറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും. ചിയേഴ്സ്. എന്നെ നോക്കി ചിരിക്കുന്നു. ഇതെന്താ കഥ? ഇതിപ്പോ ഞാൻ ഫിറ്റായതാണോ അതോ ആ Spread the fragrance of Spread the fragrance of love. ഇത് ശരി. ഹരീഷേട്ടൻ ആദ്യമായിട്ട് കിട്ടിയ ഓണസമ്മതല്ലേ എല്ലാരും അറിയട്ടെ. സുധീഷേട്ടാ, വാ. തരാം, എല്ലാവരും അറിയിച്ചിട്ട് തരാം. ഓണസമ്മാനം. ആ നീതുവിന്റെ ഓണസമ്മാനം. ഗിഫ്റ്റ് ആദ്യമായിട്ട്. ഹാപ്പി ഓണം. സ്പ്രെഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് ലവ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പൊ ഫ്രാഗ്രൻസ് പരത്താൻ എന്തെങ്കിലും കാണുമല്ലോ. ആ ഉണ്ടല്ലോ, ദാ ഒരു സ്പ്രേ. എന്തായാലും ഓണാഘോഷം തീരുമാനിച്ചപ്പോഴേക്കും വീട്ടിലൊരാൾക്ക് ഓണസമ്മാനം കിട്ടിയല്ലോ. സന്തോഷം, സന്തോഷം. അല്ലേ? എനിക്കുള്ള ഓണസമ്മാനമേ നേരത്തെ കിട്ടി. ദാ ഇത് കണ്ടോ, ഓണപ്പുടവ. ഓണപ്പുടവയോ? എനിക്കറിയില്ല. ഇതെവിടുന്നാ? അച്ഛൻ വാങ്ങി തന്നത്. ഓ, സൂപ്പർ. അങ്ങേർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു. തോന്നിയോണ്ടാണല്ലോ വാങ്ങിക്കൊടുത്തത്. എന്തായാലും നന്നായി മോളെ. ഞങ്ങൾക്ക് ആർക്കും തോന്നാത്തത് അച്ഛന് തോന്നിയല്ലോ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും അതാ സുഭാഷ് ചേട്ടാ. എല്ലാ കൊല്ലവും എന്റെ അച്ഛനാ എനിക്ക് ഓണപ്പുടവ വാങ്ങി തരുന്നത്. ഈ വർഷവും ഞാൻ അച്ഛാന്ന് വിളിക്കുന്ന ഒരാൾ തന്നെ എനിക്ക് വാങ്ങി തന്നല്ലോ. ഞങ്ങളൊക്കെ കൂടിയും ഒരു ഓണപ്പുറം മേടിച്ചു തരുന്നുണ്ട്, അല്ലേ സുഭാഷേട്ടാ? അതെ അതെ. പക്ഷേ ആദ്യം കിട്ടുന്നതിന് സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലടാ. മോള് അതകത്ത് കൊണ്ടുവയ്ക്കേ, എന്നിട്ട് നമുക്ക് കഴിക്കാൻ നോക്കാം. വളരെ സന്തോഷം. എടാ നികേഷേ, നമ്മുടെ ഏട്ടത്തേക്ക് ശരിക്കുള്ള ഓണസമ്മാനം നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഏട്ടത്തെ അത് മറന്നതാ. എന്ത് സമ്മാനം? എടാ സുധീഷേട്ടൻ കൊടുത്തതിന് വലിയ സമ്മാനം ഇനി ഏട്ടത്തേക്ക് കിട്ടാനുണ്ടോ? ചുമ്മാരി. ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ഓണസമ്മാനമല്ലേ അത്. ഹരീഷേ, നിനക്ക് നിന്റെ മറ്റുള്ളൊരു സ്പ്രേ മേടിച്ചു തന്നു വെച്ചിട്ടേ കൂടുതൽ നികളിക്കാൻ നിക്കല്ലേ. എന്ത് ഗായത്രി ഒന്നും തന്നില്ലേ ചേട്ടാ? ചെക്കാം, വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേട്ടാ. ഒന്നും ഉണ്ടായിരിക്കാമോ? അല്ല, സുധീഷേട്ടൻ പൂക്കളോടുള്ള പൂ മേടിച്ചോ? അത് ഞാൻ ഒന്ന് രണ്ട് കടയിൽ കേറിയായിരുന്നു, പക്ഷെ കിട്ടിയില്ല. മനസ്സ് മുഴുവൻ ഗായത്രി അല്ലേ, അതുകൊണ്ട് മറന്നുപോയതായിരിക്കും. നീ കുറെ നേരം കിടന്ന് ഇളക്കാൻ തുടങ്ങിട്ട് എന്താ നിനക്ക് വേണ്ട? നിന്റെ പ്രശ്നം എന്താ? പറയുമ്പോ പൊളിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് ചെയ്യുമ്പോ ഓർക്കണായിരുന്നു. അത് എന്റെ കഴിവ്, അതിനിപ്പോ നിനക്കെന്താ വേണ്ടേ? ആ കഴിവ് ഇങ്ങനെ ആയോണ്ടാ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നായി പോയത്. ആ നിങ്ങളുടെ പേരും എഴുതിയിട്ട് ആ പെണ്ണ് എന്തെങ്കിലും കടുങ്കൈ ചെയ്താലേ ഓണം അകത്ത് കടന്നുകൊണ്ടേ വരും. നേരെ തുടങ്ങി. ചേട്ടാ പറയുന്ന
നിർത്താൻ ചേട്ടാ, മാറി കേട്ടാ. കാണിക്കുന്നു ഇവന്മാര്. അയ്യോ, എന്താ കാണിക്കുന്നത്? നിർത്ത. ചേട്ടാ നിർത്താനാ പറഞ്ഞേ. ദൈവമേ എടാ നിർത്താൻ. ചേട്ടാ എടാ, മാറി നിൽക്കേ. പറയുന്നേക്ക് ചേട്ടാ. ഈ വീട്ടിലാണ് നിങ്ങൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത്? പൂക്കള വിട്ടും സദ്യ ഉണ്ടാക്കിയും സന്തോഷിക്കാൻ പോകുന്ന ഈ വീട്ടിലാണോ? ഇവിടെ ഓണം വേണ്ട, ഒരു മണ്ണാകട്ടയും വേണ്ട. എന്താണത്? ഞാൻ ഒരു ഓണത്തല്ലിന്റെ കുറവുണ്ടായിരുന്നു, അത് തീർന്നു. ഓ, അല്ലെങ്കിൽ ഓണം ഒരു സങ്കല്പവാസര. എല്ലാരും ആമോദത്തോടെ വസിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള വേറെ സങ്കല്പം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും നിങ്ങളെ കാണാതെ ഇവിടെ ഒരാൾക്ക് ഇരിക്കപ്പുറത്തിയില്ല. സുഭാഷ ആ സ്പെഷ്യൽ അങ്ങോട്ട് കൊടുക്ക്. സ്പെഷ്യൽ കൂടെ നിലവേകാൻ തിങ്കളേ ഒരു ചെറുനോ